പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പോസ്റ്റിന്റെയും വീഡിയോന്റെ കടിയിൽ പരസ്പരം മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും മതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി നമ്മൾക്കടിയിലുള്ള ബന്ധത്തെ വിച്ഛേദിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഭീകര ആക്രമണം നടത്തിയ ആൾക്കാരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ നമ്മളെയൊക്കെ കോമാളികളാക്കിയിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാ ലൈവായിട്ട് ഇങ്ങനെ ആക്റ്റീവായി കിടക്കുന്ന ഒരു മതമുണ്ട്. ആ മതത്തിന്റെ പേര് ഇസ്ലാം എന്നല്ല, അതല്ലെങ്കിൽ ഹിന്ദുത്വ മതമല്ല, ക്രിസ്ത്യാനിയല്ല, മറിച്ച് ഭീകരവാദം, തീവ്രവാദിത്യം. അതായത് ആ തീവ്രവാദത്തിലൂടെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും പരസ്പരം തമ്മിൽ തല്ലി മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം പക്കാ സീറോ വട്ടപൂജ്യത്തിലേക്കാണ് അവർ നമ്മളെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു പോയിക്കാണ്, ഒന്ന് ഫ്രീ മൈൻഡായിട്ട് ഒരാളെടുത്ത് പോയിട്ട് മുസ്ലിം ആണോ എന്ന് മതം ചോദിച്ചിട്ടാണ്, മതം നോക്കിയിട്ടാണ് ഒന്ന് കൊലവിളിച്ചതെങ്കിൽ എടാ എന്തിന് പുരുഷന്മാരെ മാത്രം കൊന്നു? മതത്തിനോടാണ് വെറുപ്പെങ്കിൽ പുരുഷനും സ്ത്രീയും എല്ലാവരും കൊല്ലൂലേ? മറിച്ച് പുരുഷനെ മാത്രം കൊന്നിട്ട് എന്തിന് സ്ത്രീയെ അവിടെ ബാക്കി വെച്ചു? ഇമോഷണലി കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരു സ്ത്രീയുടെ നിലനിൽപ്പാണ്, ജീവനാണ്. അതുകൊണ്ട് പുരുഷനെ കൊന്നാൽ ഈ സ്ത്രീയുടെ പോസ്റ്റും വീഡിയോസും സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അലങ്കാരമാക്കിയിട്ട് നമ്മുടെ രക്തനിരമ്പുകളിലൂടെ വിദ്വേഷവും വെറുപ്പും പകയും ഹിന്ദു മുസ്ലിമും തമ്മിൽ അടുപ്പിക്കാൻ അവർക്ക് കഴിയും. അതാണ് അവരുടെ മോട്ടീവ്. അവിടെ ഹിന്ദു അല്ല പ്രശ്നം, മുസ്ലിം അല്ല പ്രശ്നം, ക്രിസ്ത്യാനി അല്ല പ്രശ്നം. ഭീകരവാദിത്വം, തീവ്രവാദം, അത് ഏത് തെറ്റ് ചെയ്തതാണെങ്കിലും അവരെ നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അർഹമായ ശിക്ഷ തന്നെ, നീതി നടപ്പിലാക്കണം. അതിന് നമ്മളെല്ലാവരും കൈകോർത്ത് നിൽക്കുക വേണം. നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി അങ്ങോട്ടും മതം വർഗീയതും വിളിച്ച് അലമ്പാക്കുകയാണെങ്കിൽ അവിടെ ശരിക്കും ജയിക്കണത് ആരാണോ ഈ ആക്രമണം നടത്തിയത് ഓലാണ്. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്.